ശ്രീല പ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യമാണ്. അതില് ശ്രീല പ്രഭുപാദന്റെ ശിഷ്യയായ കൗസല്യ മാതാജിയുടെ ഒരു പാസ്റ്റൈമാണ് പറയുന്നത്. കൗസല്യ മാതാജി ജയ്പൂരിലുണ്ടായിരുന്ന സമയത്താണ്. അപ്പം മാതാജിയും യമുന മാതാജി, മാലതി മാജി ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രഭുപാദിനെ കുക്ക് ചെയ്യുന്നത് മാലതി മാജിയായിരുന്നു. മാലതി മാജി കുക്ക് ചെയ്യുന്ന സമയത്ത് ജയ്പൂരില് ഒരു തരത്തിലുള്ള കുരങ്ങന്മാരുണ്ട്, ഈ കറുത്ത മുഖമുള്ള കുരങ്ങന്മാർ. അവര് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കുക്ക് ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ വന്ന് ചപ്പാത്തി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടാക്കും. ആദ്യമൊക്കെ അവർ കുറച്ചൊക്കെ ടോളറേറ്റ് ചെയ്തു. അതിനുശേഷം അവര് കൗസല്യമാജി വന്ന് പ്രഭുപാദിനോട് പരാതി പറഞ്ഞു. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഇരിക്കുന്ന സമയത്താണ് പ്രഭുപാദിനോട് ഇങ്ങനെ കുരങ്ങന്മാരിങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ പ്രഭുപാദ് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മൾ ഒരു അമ്പും വില്ലും മേടിക്കണം. മേടിച്ചിട്ട് ഒരു കുരങ്ങനെ കൊല്ലണം, അമ്പെയ്ത് കൊല്ലണം. കൊന്നിട്ട് അതിനെ തലകീഴായിട്ട് ആ ഒരു കിച്ചന്റെ പുറത്ത് കെട്ടിത്തൂക്കിയിടണം. അങ്ങനെ കാണുമ്പോൾ മറ്റ് കുരങ്ങന്മാരത് കാണുമ്പോഴത്തേന് ഭയന്ന് പിന്നെ അവർ വരത്തില്ല എന്ന്. അപ്പൊ എല്ലാവരും ഒരു സ്തബ്ധരായിട്ടിരുന്നു, എന്താ പ്രഭുപാദ് പറയുന്നതെന്നുള്ള. അപ്പൊ നമ്മളത് ചെയ്യണോ വേണ്ടോ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നപ്പോഴത്തേനും പിന്നെ പ്രഭുപാദ് ജസ്റ്റ് ചിരിച്ചു, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു. അപ്പം കൗസല്യമാജി ആ ഒരു പാസ്റ്റ് ടൈം, പ്രഭുപാദിന്റെ ആ ഒരു പാസ്റ്റ് ടൈം എടുത്ത് പറയുന്നത് ടോളറൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് പ്രഭുപാദ് അവിടെ പറയുന്നതെന്ന് കൗസല്യമാജി മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, ചെറിയ കാര്യങ്ങൾ ചെറുതായിട്ട് തന്നെ വെക്കണം എന്നുള്ളതാണ്. അതത്ര വലിയ കാര്യമായിട്ട് എടുക്കാനായിട്ട് പാടില്ല. വലിയ കാര്യങ്ങൾ, അതായത് നമുക്കും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കണം. അതേപോലെ ഈ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയതായിട്ട് എടുത്ത് പർവ്വതീകരിച്ച് കാണിക്കുന്നത് ആവരുത്. ചെറിയ കാര്യങ്ങളെ ചെറുതായിട്ട് തന്നെ കാണുന്നത് തന്നെയാണ് ടോളറൻസ്, ക്ഷമ എന്നുള്ളത്. പ്രഭുപാദ് ആ ഒരു പാസ്റ്റ് ടൈമിലൂടെ, ആ ഒരു തമാശ പറഞ്ഞതിലൂടെ, പക്ഷെ വളരെ സീരിയസ് ആയിട്ടാണ് പ്രഭുപാദ് ആ തമാശ പറഞ്ഞത്, പക്ഷെ അതിലൂടെ നമുക്കത് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് കൗസല്യമാജിയോടെ പറയുന്നത്.